തിരുവനന്തപുരം പേരൂർക്കടയിൽ മോഷണക്കുറ്റം ആരോപിച്ച് ദളിത് യുവതിയെ പീഡിപ്പിച്ച പോലീസുകാരനെതിരെ നടപടി. ASI പ്രസന്നനെ സസ്പെൻഡ് ചെയ്യാൻ തീരുമാനിച്ചു. ഉത്തരവ് നാളെ ഇറങ്ങിയേക്കും. റിനു ശ്രീധർ നൽകും വിശദാംശങ്ങൾ. റിനു, പ്രധാനപ്പെട്ട വിവരമാണ് ഇപ്പോൾ വരുന്നത്. ബിന്ദു വെള്ളം ദാഹിച്ച് ആ രാത്രി മുഴുവൻ പോലീസ് സ്റ്റേഷനിൽ ഇരുന്നപ്പോൾ ഇത്തിരി വെള്ളം ചോദിച്ചപ്പോൾ ശുചിമുറിയിൽ പോയി കുടിച്ചുകൊള്ളാൻ പറഞ്ഞ പോലീസുകാരനാണ് ഈ പ്രസന്നനെ സസ്പെൻഡ് ചെയ്തിരിക്കണമെന്ന് ആ കുടുംബം അത്രത്തോളം ആവശ്യപ്പെട്ടതാണ്. എന്തായാലും ആ ഒരു നടപടിയുടെ കാര്യത്തിൽ തീരുമാനമായിരിക്കുന്നു അല്ലേ? റോഷ്നി, തീർച്ചയായും. കാരണം ഈ ബിന്ദുവിന് പേരൂർക്കട പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഏറ്റ ക്രൂരകൃത്യത്തെക്കുറിച്ച് വാർത്ത നൽകിയത് റിപ്പോർട്ടർ ടിവിയാണ്. ആ വാർത്തയിൽ തന്നെ കൃത്യമായി സന്ധ്യ ഈ ബിന്ദു പറയുന്നുണ്ട്, തനിക്ക് ഏറ്റ ക്രൂരതയിൽ ഏറ്റവും കൂടുതൽ തന്നെ ഈ പോലീസ് സ്റ്റേഷനിൽ വെച്ച് അപമാനിച്ചതും ഒപ്പം പീഡിപ്പിച്ചത് മാനസികമായി പീഡിപ്പിച്ചത് ഈ പ്രസന്നൻ എന്ന് പറയുന്ന ASI അന്ന് GD ചാർജിലുണ്ടായിരുന്ന പോലീസുകാരനാണ് എന്നുള്ളതാണ്. ഇപ്പോൾ രണ്ടാമതായി ഒരു പോലീസ് ഉദ്യോഗസ്ഥന് കൂടി ഈ ബിന്ദുവിനെതിരായി അല്ലെങ്കിൽ ബിന്ദു നൽകിയ പരാതിയെ തുടർന്ന് അന്വേഷണം നടത്തി സസ്പെൻഷനിലേക്ക് പോയിരിക്കുന്നു എന്നുള്ളതാണ്. ഇന്ന് കമ്മീഷണറാണ് ഇത്തരത്തിലൊരു തീരുമാനമെടുത്തത്. നാളെ ഒരു ഉത്തരവ് ഇറങ്ങും എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ബിന്ദുവിനെ എതിരായി ഇത്തരത്തിലുള്ളൊരു ക്രൂരകൃത്യം നടത്തിയ SIക്ക് എതിരെ നേരത്തെ തന്നെ നടപടി എടുത്തിരുന്നു. ഇത് ഇപ്പോൾ രണ്ടാമതാണ് ഈ ഒരു പോലീസ് ഉദ്യോഗസ്ഥന് എതിരെ കൂടി ഇത്തരത്തിൽ നടപടി എടുക്കുവാൻ വേണ്ടി ആഭ്യന്തര വകുപ്പ് തീരുമാനിച്ചിരിക്കുന്നതും നാളെ ഉത്തരവ് ഇറങ്ങാൻ പോകുന്നതും എന്നുള്ളതാണ്. കൂടുതൽ പോലീസുകാർക്കെതിരെ നടപടി ഉണ്ടാകുമോ എന്നുള്ളത് നമുക്ക് നോക്കിക്കാണേണ്ടി ഇരിക്കുന്നു. എന്തായാലും പോലീസുകാർക്കെതിരെ നടപടി ഉണ്ടാകും എന്നുള്ളത് നേരത്തെ തന്നെ നമുക്ക് ലഭിച്ച വിവരമാണ്. അത് വാർത്തയായി നൽകുകയും ചെയ്തിരുന്നു. എന്തായാലും ഈ രണ്ട് പോലീസുകാരിൽ ഒതുങ്ങുമോ നടപടി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി കാണേണ്ടത്. എന്തായാലും പോലീസ് സ്റ്റേഷനിൽ മോഷണക്കുറ്റം ആരോപിച്ച് ആ ബിന്ദുവിനെ എത്തിച്ച് മാനസികമായി വലിയ രീതിയിൽ, അതായത് ഭക്ഷണം നൽകിയില്ല, വിവസ്ത്രയാക്കി പരിശോധന നടത്തി, അതുപോലെ തന്നെ ഈ വെള്ളം ചോദിക്കുമ്പോൾ ശുചിമുറിയിൽ പോയി ബക്കറ്റിൽ നിന്ന് വെള്ളം എടുത്ത് കുടിക്കുവാൻ വേണ്ടി അധിക്ഷേപിച്ചു. ഇത്തരത്തിൽ ക്രൂരകൃത്യം നടന്നു എന്നുള്ളതാണ് ഈ ബിന്ദുവിന്റെ പരാതി. DGPക്കും മുഖ്യമന്ത്രിക്ക് അടക്കം പരാതി നൽകിയിരുന്നു. തുടർന്നാണ് കണ്ടോൺമെന്റ് ACPയുടെ നേതൃത്വത്തിൽ അന്വേഷണം നടത്തുകയും ചെയ്തത്. അതിനുശേഷം പ്രാഥമിക റിപ്പോർട്ട് ആഭ്യന്തര വകുപ്പിന്, അതായത് കമ്മീഷണർക്ക് നൽകുകയും SIയെ സസ്പെൻഡ് ചെയ്യുകയും ചെയ്തിരുന്നു. ഇപ്പോൾ ഇതാ ഒരു പോലീസുകാരന് എതിരെ കൂടി നടപടിയെടുക്കുവാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. അത് ASI അന്ന് GD ചാർജിൽ പേരൂർക്കട സ്റ്റേഷനിൽ ഉണ്ടായിരുന്ന പ്രസന്നൻ എന്ന് പറയുന്ന ഈ പോലീസ് ഉദ്യോഗസ്ഥനെതിരെയാണ്. ബിന്ദു മാധ്യമങ്ങളോട് സംസാരിക്കുമ്പോഴെല്ലാം തന്നെ വളരെ അധികം വൈകാരികമായി സംസാരിച്ചത് ഈ പ്രസന്നൻ പറഞ്ഞ വാക്കുകൾക്ക് എതിരായിട്ടാണ്. പ്രസന്നനാണ് ഏറ്റവും കൂടുതൽ മാനസികമായി പീഡിപ്പിച്ചത് എന്നുള്ളതാണ്. എന്തായാലും അദ്ദേഹത്തിനെതിരെ നടപടിയെടുക്കുവാൻ വേണ്ടി ഇപ്പോൾ തീരുമാനിച്ചിരിക്കുകയാണ്. തീർച്ചയായും റിനു, പ്രധാനപ്പെട്ട വിവരങ്ങൾ തന്നെയാണ് റിപ്പോർട്ടർ ടിവിയിലൂടെ ഇപ്പോൾ പ്രേക്ഷകർ കേട്ടത്. രണ്ടാമതൊരു പോലീസുകാരനെ എതിരെയും നടപടി ഉണ്ടായിരിക്കുമെന്നുള്ളതാണ്. ഒരു പാവം ദളിത് സ്ത്രീയെ ഒരു രാത്രി മുഴുവൻ പോലീസ് സ്റ്റേഷനിൽ പിടിച്ചുവെച്ച് മാനസികമായി ഉപദ്രവിച്ച് വംശീയ വെറി പുറത്തുകാട്ടിയ രണ്ടാമത്തെ പോലീസുകാരൻ പ്രസന്നനെതിരെയും സസ്പെൻഷൻ എന്ന നടപടിയിലേക്ക് എത്തിയിരിക്കുന്നു. ഉത്തരവ് നാളെ ഇറങ്ങിയേക്കുമെന്നാണ് ഈ വാർത്ത തുടക്കം മുതൽ റിപ്പോർട്ട് ചെയ്ത റിനു ശ്രീധർ തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങൾ നൽകിയത്.